നീ പറഞ്ഞതെല്ലാം കേട്ട് ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ജിമ്മിനെയും കാത്തിരിപ്പുണ്ട് നമ്മുടെ ജെക്ക്. ജിമ്മി വീട് ക്യാബിൽ നിന്നും പുറത്തു വന്നതും ജെക്ക് അവനെയും വിളിച്ച് ഓഫീസിലെ ആളൊഴിഞ്ഞ ഒരു കോർണറിലേക്ക് പോയി. എന്താ ജെക്ക്, എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ജിമ്മി, ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനുമുള്ള ആൻസർ നീ സത്യസന്ധമായി ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കണം. മുമ്പത്തെ പോലെ ഒഴിഞ്ഞു മാറരുത്. ഞാൻ മൊത്തത്തിൽ കിഴിവായി നിൽക്കുന്നു. എന്താ നിനക്ക് അറിയേണ്ടത്? നീ ചോദിക്കും. ജിമ്മി, സോറി സാർ. എന്ത്? എന്താന്ന് വിളിച്ചേ? സാറല്ലേ? അത് പിന്നെ എനിക്ക് നിന്നെ ഇപ്പൊ എന്താ വിളിക്കേണ്ടെന്ന് പോലും അറിയില്ല. ഞാനിപ്പോഴൊന്നും ആയതല്ല ഈ കമ്പനിയാണ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ പേരിലാണ്. എന്ന് വെച്ചാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 2 വർഷവും ആ സെയിം പോസ്റ്റിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നിന്റെ ആ ജിമ്മിൽ തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഈ കമ്പനി ഓണറും. അതുകൊണ്ട് ഈ ഓണർഷിപ്പിന്റെ പേരിൽ വല്ലാതെ നീ അങ്ങോട്ട് ബഹുമാനിക്കണ്ട. ഞാൻ നിന്റെ പഴയ ആ ജിമ്മി തന്നെയാ. എന്നാലും അല്ലേ ജിമ്മി, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ഇത്രയും കാലം ഒരു കമ്പനി ഓണറായ ഞങ്ങളുടെ എല്ലാവരുടെയും ബോസായ നിന്നോട് ഞാൻ എന്തൊക്കെയാ ചെയ്തേ. ഓ, ആലോചിക്കുമ്പോ തന്നെ. പൊട്ടാ, നീ ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇപ്പോഴാ എനിക്ക് എന്നെ അടിച്ചത് അവൻക്ക് എത്രത്തോളം ഹേർട്ടായി എന്നുള്ളത് മനസ്സിലാവുന്നത്. ഞാൻ ആരൊക്കെ ആയാലും നിനക്ക് ഞാൻ നിന്റെ ആ ജിമ്മി തന്നെയാ. അങ്ങനെ തന്നെ കണ്ടാ മതി. ഇപ്പൊ വെച്ച് നീ ഇനി മാറാനൊന്നും നിൽക്കണ്ട. എനിക്ക് എന്നും നീ എന്റെ കൂടപ്പിറപ്പ് തന്നെയാ. എന്നാലും നീ എന്താ ഇത് എന്നോട് നേരത്തെ പറയുന്നേ? എന്തിനാ എന്നോട് മറച്ചു വെച്ചേ? ഞാൻ നിന്നോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ഇത്രയും കൂട്ടാവുമായിരുന്നു. അതുപോലെ തന്നെ നീ എന്റെ ഫ്ലാറ്റിൽ താമസിക്കുവാൻ സമ്മതിക്കുമായിരുന്നു. എന്നെ നിന്റെ ബോസായിട്ടല്ലാതെ ഒരു കൂടപ്പിറപ്പായിട്ട് നിനക്ക് എന്നെ കാണാൻ പറ്റുമായിരുന്നു. ആ, അത് ശരിയാലേ. അല്ല, എന്നോട് എന്തിനാ നീ കൂട്ടുകൂടിയേ? എന്തിനാ എന്നെ നിന്റെ ഫ്ലാറ്റിലോട്ട് താമസം മാറ്റിയേ? ഞാൻ പലപ്പോഴായിട്ട് നിന്നോട് ചോദിച്ച ചോദ്യമാ, നീ എന്തിനാ എന്നെ നിന്റെ ഫ്ലാറ്റിലോട്ട് താമസം മാറ്റിയേ എന്നുള്ളത്. അപ്പോഴൊക്കെ നീ പറഞ്ഞത് നിനക്ക് ഫാമിലി ഒന്നുമില്ല, നീ ഒറ്റക്കാണ്, അതുകൊണ്ടാണ് ഇനി മുതൽ ഒരു കൂടപ്പിറപ്പായി ഞാൻ നിന്റെ കൂടെ വേണമെന്നൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പൊ എനിക്കറിയാം അതൊക്കെ കള്ളമായിരുന്നു. ഒരു ടോട്ടൽ ഫാമിലി തന്നെ നിന്റെ കൂടെ ഉണ്ടായിട്ടും എന്തിനാ കള്ളം പറഞ്ഞ നീ? എന്തിനായിരുന്നു ഇതൊക്കെ? ഇതിനുള്ള ഉത്തരം എനിക്ക് ഇപ്പൊ കിട്ടണം. നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? ഞാൻ പറയാം. ബട്ട് നിന്റെ ചോദ്യത്തിനുള്ള എല്ലാത്തിനുള്ള ആൻസർ എനിക്കിപ്പോ പറയാൻ പറ്റില്ല. എന്നാലും ചിലതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ഫസ്റ്റ്, എന്റെ ഫാമിലി എനിക്ക് തന്നത് എന്റെ വീടാണ്. പിന്നെ ഈ കമ്പനി. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ പപ്പയുടെ കമ്പനി വർക്കൊക്കെ ഞങ്ങൾ ചെറുതായി ചെയ്തിരുന്നു. കമ്പനി ഒന്ന് ഡെവലപ്പ് ആയപ്പോൾ വീട് പ്ലാൻ ആയിരുന്നു കമ്പനിയിൽ ഡിസൈൻ സെക്ഷൻ കൂടി ആഡ് ചെയ്യണമെന്നുള്ളത്. അവന്റെ ഡിസൈൻ പ്രോജക്ട്സ് ഒക്കെ കോളേജിൽ തന്നെ അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു. അങ്ങനെയാ അത് അവൻ എന്നോട് പറയുന്നത്. കേട്ടപ്പോഴേ അത് എനിക്കൊരു നല്ല ഐഡിയ ആയി തോന്നി. ഞങ്ങൾ ആ കാര്യം പപ്പയോട് അവതരിപ്പിച്ചു. പപ്പയും അതിന് ഓക്കെ പറഞ്ഞു. കാരണം അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ബട്ട് പപ്പയുടെ സജഷൻ ആയിരുന്നു ഡിസൈൻ സെക്ഷൻ എന്നുള്ളത് നമുക്കൊരു ഡിസൈൻ കമ്പനിയാക്കി ഒരു ബ്രാഞ്ച് തന്നെ ഓപ്പൺ ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാ പപ്പയുടെ 4 മക്കളുടെ പേരിൽ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കമ്പനി നെയിമും ഞങ്ങളുടെ 4 പേരുടെയും ഫസ്റ്റ് ലെറ്റർ വെച്ച് തന്നെ ആക്കി. അല്ല, ആരാ ഈ 4 പേർ? ഒന്ന് നീ, പിന്നെ വി, പിന്നെ യോങ്കി. അല്ല, ഈ 4-മനാരാ? അതെനിക്ക് മനസ്സിലായില്ല. അല്ല, അതും സാറിന്റെ വളർത്തുമക്കൾ തന്നെയാണോ? നീ പറഞ്ഞത് ശരിയാ. അവൻ ബ്ലഡ് റിലേഷൻ അല്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് അതിലും മേലെയാ അവൻ. അവന് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടം. അവന്റെ കണ്ണും നിറഞ്ഞ ഞങ്ങളുടെ ഉള്ളുപിടയും. പ്രത്യേകിച്ച് വീക്ക്. ഓ, അതാരാ ഇപ്പൊ? അപ്പോ അവനും വിയുടെ സോൾമേറ്റ് ആണോ? നോ, അവൻക്ക് ഒരൊറ്റ സോൾമേറ്റേ ഉള്ളൂ. അത് ഞാനാ. ആ സ്ഥാനം ഞാൻ വേറെ ഒരാൾക്കും കൊടുക്കില്ല. അല്ല, സാറിന് അത്രക്കും ജീവനാണെന്നൊക്കെ പറഞ്ഞപ്പോ അത്രക്ക് സ്പെഷ്യൽ ആണോ ആള്? സ്പെഷ്യൽ ആണെന്നോ? എന്താ ഞാൻ പറയുക? ആ, വിയേക്കാൾ കൂടുതൽ വീക്ക് അവനാ വലുത്. എന്നിട്ട് ആളെ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. സാറും മാഡവും നീയൊന്നും ഇന്നേ വരെ ആളെ കുറിച്ച് ഒന്നും പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. ആളെ പേരെന്താ? ആൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ആളെ കുറിച്ച് ഇപ്പൊ നിന്നോട് പറയാൻ സമയമായിട്ടില്ല. സമയമാവുമ്പോ ഞാൻ എല്ലാം നിന്നോട് പറയാം. ഇനി നിന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ടൈം വൈകും. ഇപ്പോഴേ ഒരുപാട് ലേറ്റായി. ഇനി ഞാൻ ഇവിടെ നിന്നാ എന്റെ വർക്ക് ലേറ്റായി പോകും.
അപ്പൊ പിന്നെ ഈവനിങ് ലേറ്റ് ആയിട്ടാവും ഇറങ്ങുക. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുക. അല്ല, അതെന്താ അവനെ പറ്റി എന്നോട് ഇപ്പൊ പറഞ്ഞ? അതൊക്കെ നീ വഴിയെ മനസ്സിലാക്കിക്കോളും. ശരി. അല്ല, എന്താ ഇന്ന് നേരത്തെ ഇറങ്ങുന്നേ? അത് ഞാൻ അങ്ങ് വിട്ടുപോയി പറയാൻ. ഇന്ന് നമുക്ക് ഡിന്നർ വീട്ടിലാ. നീയും ഇന്ന് നേരത്തെ ഇറങ്ങും, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ എന്തിനാ അതിനെ? നീ പോയിക്കോ. അത് പറ്റില്ല മോനെ, നീയും വരണം. നിങ്ങളുടെ ഫാമിലി ഡിന്നറിൽ ഞാൻ വരുന്നത് മോശം. പിന്നെ സാറിന് അതൊന്നും ഇഷ്ടാവില്ല. ഞാനാണ് ഇന്ന് സാറിനോട് കാര്യം അറിയാതെ കുറച്ച് റോങ് ആയി പെരുമാറുകയും ചെയ്തു. ഞാൻ വരുന്നില്ല. അത് പറ്റില്ല മോനെ, നിന്നെയും കൊണ്ടേ ഞാൻ പോകും. പിന്നെ ജെയ്ക്ക്, പപ്പു പറഞ്ഞത് എനിക്കും നിന്നോട് പറയാനുള്ളൂ. നീ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. നിനക്ക് അവർ നിന്റെ സ്വന്തം പപ്പയും അമ്മയും തന്നെയാണ്. സോ ഇതൊരു ഫാമിലി ഡിന്നർ ആണ്, നീ കൂടെ വന്നേ പറ്റൂ. പിന്നെ വീടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവൻ ഈ പുറമെ കാണിക്കുന്ന കലിപ്പൊക്കെ ഉള്ളൂ. ആളൊരു പാവമാ. എന്നാലും ചിമ്മി. എന്നാലും ഇല്ല, നീയും എന്റെ കൂടെ വന്നേ പറ്റൂ. ഇത് മുകളിൽ നിന്നുള്ള സ്ട്രിക്റ്റ് ഓർഡറാണ്. മുകളിൽ നിന്നുള്ള ഓർഡറും? അത് പിന്നെ മമ്മിയാ പറഞ്ഞ് നിന്നെയും കൂട്ടി വരാൻ. ഓക്കെ, എന്നാ ശരി. ഒരു വിധത്തിലാ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തൊക്കെയാ അവൻ ചോദിച്ചേ? ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചെന്ന് എനിക്ക് പോലും വിട്ടല്ല. എല്ലാത്തിനും ഒരു കരുതൽ വേണം, അല്ല മൊത്തം കയ്യിൽ നിന്ന് പോകും. ഹലോ നീ ചിമ്മി, നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തിനാ നേരെ ഫ്ലാറ്റിലോട്ട് പോയേ? ഞാൻ പറഞ്ഞതല്ല നമുക്ക് ഒരുമിച്ച് ഇറങ്ങാമെന്ന്. അത് ജയിക്കോ പറഞ്ഞു ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന്. അതാ. എന്നാ ഓക്കെ, വേഗം അങ്ങ് വീട്ടിലേക്ക് എത്തിയേക്ക്. ഞാനേ ഒരു ക്ലയന്റിനെ കാണാൻ പോവാ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തും. ആടാ ഓക്കെ, ഞങ്ങളിതേ ഒരു 10 മിനിറ്റിൽ ഇറങ്ങും. ഓക്കേടാ, ബൈ. ആരെ വിളിച്ചേ? മാഡം ആണോ? അല്ല, ഇപ്പൊ വരുമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അതെടാ മമ്മിയല്ല, അത് നീയാ. അവൻ പറഞ്ഞതായിരുന്നില്ലേ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. നിന്റെ ഒരൊറ്റ ഭാഷക്കാ ഞാൻ അവനെ കൂട്ടാതെ വേറെ ഇങ്ങോട്ട് പോയത്. സാറിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ? സത്യം പറയാലോ, ഇന്ന് സാറ് നിനക്ക് വേണ്ടി അവിടെ നിന്ന് ഷൗട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും കുറിച്ചും അങ്ങനെ ഒരാളെ എൻ്റെ ലൈഫിലും വേണമെന്ന്. നീ പറഞ്ഞത് ശരിയാ, സാറ് ശരിക്കും നിന്റെ സോൾമേറ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിനക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പൊ നീ പറഞ്ഞില്ലേ അങ്ങനെ ഒരാളെ നിന്റെ ലൈഫിലും വേണമെന്ന്. എന്തായാലും അവനെ പോലെ അവൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. സോ നിനക്ക് അവനെ തന്നെ അങ്ങ് എടുത്തോ. എന്ത്? ആടാ, പക്ഷെ സോൾമേറ്റ് അല്ലാന്ന് മാത്രം കേട്ടോ. സോൾമേറ്റ് ആയിട്ടില്ല, നിന്റെ ലൈഫ് പാർട്ട്ണർ ആയിട്ട്. നീ ഇതെന്തൊക്കെയാ ചിമ്മി ഈ പറയുന്നത്? സാറിന്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയപ്പോ നിന്റെ ഉള്ള സ്വബോധവും നഷ്ടപ്പെട്ടോ? എന്റെ സ്വബോധം അല്ല നഷ്ടമായത്. ഇന്ന് രാവിലെ കാലിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. അവനെ കണ്ണെടുക്കാതെ നീ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചത്. പക്ഷെ അപ്പൊ ഞാൻ കരുതി ആദ്യമായി കാണുമ്പോഴുള്ള ഷോക്കാണെന്ന്. അവനെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ എല്ലാവരുടെയും റിയാക്ഷൻ ഇതൊക്കെ തന്നെയാ. അത്ര ക്യാൻസർ അല്ലേ എന്റെ പിന്നീട് മീറ്റിംഗ് റൂമിലും നീ ഇത് തന്നെ ആവർത്തിച്ചു. ബട്ട് നീ വിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ ഈവനിങ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ നിന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. നിന്റെ വാശി കാരണമാണല്ലോ അവനെ കൂട്ടാതെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. എന്താടാ, വല്ല ലവേഴ്സ് ഫസ്റ്റ് ആയിട്ട് പഠിച്ചോ? നീ ഇതൊക്കെ എപ്പോ ശ്രദ്ധിച്ചു? അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു മോനെ. എന്താടാ, എന്റെ നിനക്ക് അങ്ങ് ബോധിച്ചെന്ന് തോന്നുന്നു. ഒന്ന് പോയേ ചിമ്മി, നീ നോക്കിയെന്നുള്ളത് നേരാ. ആള് കാണാനും വലിയ കുഴപ്പമില്ല. ബട്ട് ഞാൻ ആ അർത്ഥത്തിലൊന്നുമല്ല നോക്കിയത്. പിന്നെ എനിക്ക് ബോയ്സിനോട് താല്പര്യമില്ല. ഞാൻ ആ ടൈപ്പ് അല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അവൻ പറഞ്ഞത് ശരിയാണല്ലോ. ഞാനെങ്ങനെ സാറെ തന്നെ നോക്കിയേ? എനിക്കത് എന്താ പറ്റിയേ? സാറിനെ കണ്ടതെങ്കിലും ഞാൻ ഇവിടെ ഒന്നും ഇല്ലായിരുന്നില്ലേ? ഇനി അവൻ പറഞ്ഞതുപോലെ വല്ല ലവേഴ്സ് സൊസൈറ്റി ആണോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഞാൻ ആ ടൈപ്പല്ല. എനിക്ക് ഗേൾസിനോട് അതാ ഇഷ്ടം. ഒന്നും അറിയാതിരിക്കാൻ വയ്യ. സാറ് കൂട്ടിത്തൊക്കെ നിൽക്കും. ഇത്രയും ഹാൻസം ആണ് ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. അല്ല, ഞാൻ എന്തൊക്കെയായി ചിന്തിക്കുന്നേ? ജെകെ, യു ആർ നോട്ട് ഗേ. നിനക്ക് ഗേൾസിനെ ഇഷ്ടം. സോ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ദൈവമേ, എന്തൊക്കെയാവുന്നേ. നീ എന്താണ് നിന്ന് പേർപ്പെടുക്കുന്നത്? അതൊന്നുമില്ല.
ഞാൻ റെഡിയായി. എന്നാ നമുക്ക് പോയാലോ? ആ ഓക്കെ, വാ പോകാം. ചെക്കൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. സമയമുണ്ടല്ലോ, കണ്ടുപിടിക്കാം.